മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കാനും അവിടുത്തെ പാഠങ്ങൾ അനുസ്മരിക്കുവാനുമുള്ള സന്ദർഭം കൂടിയാണ്. പൊതുവെയുള്ള ഒരു സങ്കല്പം, റസൂലിനെ സംബന്ധിച്ച കൺസെപ്റ്റ് എന്നത് തങ്ങളുടെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൻ്റെ മാത്രം പ്രവാചകനാണ് മുഹമ്മദ്. ആ ഒരു കൺസെപ്റ്റാണ് നിലനിൽക്കുന്നത്. എന്നാൽ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു കൂട്ടർക്ക് മാത്രം അവകാശപ്പെട്ട ദൂതനല്ല റസൂൽ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തല്ലിൽ ആലമീൻ എന്നാണ് പ്രവാചകനെ സംബന്ധിച്ചുള്ള വിശുദ്ധ ഖുർആനിൻ്റെ പ്രയോഗം തന്നെ. മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയുള്ള കാരുണ്യമാണ് പ്രവാചകൻ എന്നാണ് വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നത്. അപ്പം ഒന്നുകൂടി പ്രവാചകൻ്റെ പാഠങ്ങൾ ഈ സന്ദർഭത്തിൽ പൊതുസമൂഹത്തിന് കൂടി ആക്സസ് ചെയ്യാവുന്ന വിധത്തിൽ പ്രവാചക പാഠങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഈ സന്ദർഭത്തിൽ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പ്രവാചകൻ്റെ മാനവിക പാഠങ്ങളെ സംബന്ധിച്ചുള്ള സംസാരങ്ങളാണ് ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് രണ്ട് പ്രഗത്ഭ വ്യക്തിത്വങ്ങളാണ്. മുഹമ്മദ് ഷമീം, അതുപോലെ തന്നെ ആർ യൂസുഫ്. എഴുത്തുകാരാണ്, ചിന്തകരാണ്, പ്രഭാഷകരാണ്. എന്തുകൊണ്ടും ഈ ഒരു വിഷയം സംസാരിക്കാൻ യോഗ്യരായ വ്യക്തിത്വങ്ങളാണ് അവർ. ഒരു ഉൾക്കൊള്ളൽ തിയറിയായിരുന്നു പ്രവാചകൻ പലപ്പോഴും സ്വീകരിക്കാറുണ്ടായിരുന്നത്. എല്ലാ മനുഷ്യരെയും സ്വീകരിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപഴകിക്കൊണ്ടുള്ള ഒരു പ്രവാചകനെയാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അത് ആ ഒരു തലം വിട്ടുകൊണ്ട് പ്രവാചകനെ മുസ്ലിം സമൂഹത്തിൻ്റെ മാത്രം പ്രവാചകനായി ചുരുക്കുന്ന ഒരു പ്രവണത കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഒരു തലത്തിലേക്ക് പ്രവാചകനാകാനുള്ള കാരണം എന്തായിരിക്കും? അതിപ്പോൾ ഷമീർ ബാബു തന്നെ പറഞ്ഞ ഖുർആനിലൊരു പ്രധാനപ്പെട്ട പരാമർശമാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തല്ലിൽ ആലമീൻ. അത് വളരെ കൃത്യമായിട്ട് പ്രവാചകൻ്റെ മിഷൻ എന്താണെന്നതിനെ സംബന്ധിച്ച്, അതിൻ്റെ ഒരു ലക്ഷ്യം എന്താണ് എന്നതിനെക്കുറിച്ചും അതാർക്ക് വേണ്ടിയാണ് എന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള കൃത്യമായ ചിത്രം നൽകുന്നുണ്ട്. പിന്നെ പോരാത്തതിന് പ്രവാചകനായിരിക്കേണ്ടത് ഇല്ലാ കാഫത്തല്ലിന്നാസി ബഷീറം വ നദീറ എന്നുകൂടി പറയുന്നുണ്ട്. മുഴുവൻ മനുഷ്യ സമൂഹത്തിനും വേണ്ടിയല്ലാതെ നിനക്കൊരു നിയോഗമില്ല. ആ പ്രയോഗം തന്നെ വളരെ കറക്റ്റാണ്. മുഴുവൻ സമൂഹത്തിനും വേണ്ടിയല്ലാതെ നിനക്കൊരു നിയോഗമില്ല എന്നാണ്. അത് വളരെ അടിയുറപ്പിച്ച് പറയുന്നൊരു സംഭവമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ എന്ന് പറയുന്നത് മുഴുവൻ മനുഷ്യ സമൂഹത്തിനും സ്വീകാര്യമായി മാറേണ്ടതുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ അങ്ങനെ അല്ലാത്തൊരവസ്ഥ സംഭവിച്ചിട്ടുണ്ട്. അത് മിക്കവാറും എല്ലാ പ്രവാചകന്മാരുടെയും എല്ലാ ആചാര്യരുടെയും ഒക്കെ അധ്യാപനങ്ങൾക്ക് പിൽക്കാലത്ത് സംഭവിച്ചിരിക്കാവുന്ന ഒരു പരിണതിയുണ്ട്. ഒന്നാമത് അതൊരു സ്ഥാപനവൽക്കരിക്കപ്പെടുക, അതോടുകൂടി എന്തായാലും അതിൻ്റെ അവകാശികളായിട്ടൊരു സമുദായം രൂപപ്പെടണം. പക്ഷെ ആ രൂപപ്പെടുന്ന സമുദായം അതിലേക്ക് തന്നെ ഒതുങ്ങുമ്പോൾ അതിനെ മാത്രം ബാധിക്കുന്ന കുറേ ഡോഗ്മകളായിട്ട് പ്രവാചകൻ്റെ സന്ദേശങ്ങൾ അവർ തന്നെ വായിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തുള്ളവർ എന്തിനായാലും പ്രവാചകൻ്റെ അധ്യാപനങ്ങൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള വശങ്ങളുണ്ട്. ഈ ഓരോ വശങ്ങളിലും അദ്ദേഹത്തിൻ്റെ അധ്യാപനങ്ങളോട് താല്പര്യമുള്ള ആളുകളുണ്ടാവും. അവർക്കത് മനസ്സിലാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ആ ഒരു ഭാഷ ശരിക്ക് വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഏത് നാഗരികതക്കും സംഭവിക്കാറുള്ളത് ഈ ഒരു സംഗതി, ഇപ്പോൾ ഒരു നാഗരികത തന്നെ ലോകത്തിന് ഉപകാരപ്രദമായി മാറണമെങ്കിൽ അതിനകത്തൊരു ഒരു അസബിയത്ത്, ഇബ്നു ഖൽദൂൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അസബിയത്ത് രൂപപ്പെടേണ്ടതുണ്ട്. പക്ഷേ ആ ഒരു അസബിയത്ത് എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സംഗതിയാണ്. അതാണ് നാഗരികതയെ നിലനിർത്തുന്നത്. അതേസമയം തന്നെ ഇത് തന്നെ ഒരു നെഗറ്റീവായിട്ട് മാറുന്നൊരവസ്ഥയെക്കുറിച്ചും ഇബ്നു ഖൽദൂൻ പറയുന്നുണ്ട്. അത് പ്രവാചകൻ്റെ ഹദീസിൽ തന്നെ വ്യക്തമാണ്. അദ്ദേഹം ആ വിഷയത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ ലൈസ മിന്നാ മൻ ദആ ഇലാ അസബിയ്യ. ടെക്സ്റ്റ് ഒഴിവാക്കാം. ഈ അസബിയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ പക്ഷപാതിത്വത്തിൻ്റേതായ എല്ലാ ഘടനകളെയും നമുക്കങ്ങനെ വിശേഷിപ്പിക്കാം. ഞാൻ പറഞ്ഞല്ലോ, അതിന് ആദ്യഘട്ടത്തിൽ ഒരു പരസ്പരമുള്ള സഹകരണം, ബന്ധം എന്ന അർത്ഥത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു ഡയമെൻഷനാണുള്ളത്. പിന്നെയാണ് അത് അവരിലേക്ക് മാത്രം ഒതുങ്ങി ഒരുതരം ആ ഷോവനിസത്തിൽ നിന്ന് സെനഫോബിയയുടെ അവസ്ഥയിലേക്ക് വ്യതിചലിക്കുന്നത്. ആ ഒരു വ്യതിചലനത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, ആ അസബീയത്തിലേക്ക് ക്ഷണിക്കുന്നവനോ അതിനുവേണ്ടി പൊരുതുന്നവനോ അതിൽ മരിക്കുന്നവനോ നമ്മിൽപ്പെട്ടവരാണ്. അത് വളരെ ഗുരുതരമായൊരു പരാമർശമാണത്. നമ്മൾ ഹദീസിന് റിവായത്തിൽ ചില ദൗർബല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആശയം കൊണ്ട് വളരെ സ്ഥിരപ്പെട്ട, മറ്റ് ഹദീസുകൾ കൊണ്ട് ബലമുള്ള
പിന്നെ ഒരു ഹദീസാണത്. അപ്പം അതിലങ്ങനെ വളരെ കൃത്യമായിട്ട് പ്രവാചകൻ പറയുന്നത് നിങ്ങൾ നിങ്ങളിലേക്ക് ഒതുങ്ങരുത് എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഒരു പരാമർശത്തിൻ്റെ ഒരു മാനം അത് തന്നെയാണ്. നിങ്ങൾക്കിടയിൽ പരസ്പരമുള്ളൊരു കൂട്ടായ്മ, ആ ഒരു കൂട്ടായ്മ, ആ ഒരു ബന്ധം, അതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അതാണ് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോസിറ്റീവായിട്ടുള്ള ഒരു നാഗരികതയുടെ നിർമ്മിതിക്ക് അടിത്തറയായി മാറുന്ന അസബിയ എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷേ മറ്റത് ഷോവനിസ്റ്റിക് ആവുന്ന, സെനഫോബിക് ആവുന്ന ഒരു അസബിയ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടേണ്ടത് അവരിൽ മാത്രം ഒതുങ്ങുന്നൊരവസ്ഥ ഉണ്ടാവും. ഇപ്പോൾ വിശ്വാസികളാണെങ്കിലും അല്ലെങ്കിലും പോലും മനുഷ്യർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് അധ്യാപനങ്ങൾ പ്രവാചകനിൽ നിന്നുണ്ട്. ഇതെന്തുകൊണ്ട് പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതകത്ത് പൂട്ടി വെക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമുക്ക് തന്നെ സംഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിം സൊസൈറ്റിക്ക് തന്നെ സംഭവിച്ചിട്ടുള്ള ഒരു അപജയമാണ് എന്ന് കാണാനേ പറ്റുള്ളൂ. അതങ്ങനെ പല സമൂഹങ്ങൾക്കും പല സംസ്കാരങ്ങൾക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ലോകത്തിനുണ്ടാകുന്നത് വലിയൊരു നഷ്ടമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. അതിലെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഒന്ന് ഇപ്പോൾ ഷമീൻ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഓരോരോ മഹാവ്യക്തികൾക്കും സന്ദേശവാഹകർക്കും അവരുടെ അനുയായികൾ സ്വാഭാവികമായിട്ടും അവരൊരു തരം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ട് സ്ഥാപനവൽക്കരിക്കപ്പെടുകയും അപ്പോൾ ആ സന്ദേശവാഹകനെ തങ്ങളുടേത് മാത്രമായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ പറയുമ്പോൾ രണ്ട് പ്രശ്നങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റസൂലിനെ കുറിച്ച് പറയുന്നത് എല്ലാ ജനങ്ങൾക്കുമുള്ള ഒരു കാരുണ്യമായിട്ട് അനുഗ്രഹമായിട്ടാണ് റസൂലിനെ അയച്ചെന്ന് പറയുന്നുണ്ട്. പിന്നെ റസൂൽ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരുടെയും അവർ പകർന്നു കൊടുത്ത എല്ലാ സത്യസന്ദേശങ്ങളെയും ശരിവെക്കുന്ന ഒരാളായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിരിക്കുന്നത്. ഖുർആനിൽ തന്നെ ഖുർആൻ വായിക്കാത്ത അല്ലെങ്കിൽ ഇസ്ലാമിക സംസ്കൃതിയെക്കുറിച്ച് അറിയാത്ത പലരും ധരിക്കുന്നത് ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച ഒരു ദീനാണ് ഇസ്ലാം എന്ന അർത്ഥത്തിലാണ്. റസൂൽ പറയുന്നത് ഇസ്ലാം അങ്ങനെ ഞാൻ ഉണ്ടാക്കിയൊരു ദീൻ എന്ന അർത്ഥത്തിലില്ല. മുൻകഴിഞ്ഞ പ്രവാചകൻ ഇബ്രാഹിം അഥവാ അബ്രഹാം പ്രവാചകന്, യേശു അഥവാ ഈസ പ്രവാചകന്, മൂസ പ്രവാചകൻ, ഇവരൊക്കെ കൊണ്ടുവന്ന ഒരു സന്ദേശത്തിൻ്റെ തുടർച്ചയാണ് എന്നർത്ഥത്തിലാണ് റസൂലിനെ ഖുർആൻ അവതരിപ്പിക്കുന്നതും. ഖുർആനിലെ ഏറ്റവും മനോഹാരിതയാർന്ന സ്വഭാവത്തിൽ ചിത്രീകരിക്കപ്പെട്ട പ്രവാചകന്മാരാണ് പ്രവാചകൻ മൂസ അലൈഹിസ്സലാമും ഈസ അലൈഹിസ്സലാമും അഥവാ യേശുവും മോസസൊക്കെ. പ്രത്യേകിച്ച് ഇന്നിപ്പം കുറേ സംഘർഷങ്ങളൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട് മതസമൂഹങ്ങൾ തമ്മിൽ. അപ്പോൾ ആളുകൾ കരുതുന്നത് ഈ മോസസ് എന്ന് പറഞ്ഞാൽ ജൂതന്മാരുടെ പ്രവാചകനാണ്, യേശു എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ പ്രവാചകനാണ്, മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ പ്രവാചകനാണ്. അപ്പോൾ മതങ്ങളെക്കുറിച്ച് ഉരുത്തിരിഞ്ഞ് വന്ന ഈ ധാരണയും ഈ അർത്ഥത്തിൽ ഒരു സങ്കുചിതമായി പ്രവാചകൻ വ്യാഖ്യാനിക്കപ്പെടാനുള്ള ഒരു കാരണമാണ്. അപ്പോൾ ശരിക്കും അങ്ങനെയല്ല ഇസ്ലാം. മറ്റു മതങ്ങൾ എന്താണെന്ന് അവരാണ് പറയുന്നത്. പക്ഷേ ഇസ്ലാം ഏതായാലും മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരെയും ബഹുമാനത്തോടുകൂടി നോക്കിക്കാണുന്ന, ആദരവോടുകൂടി നോക്കിക്കാണുന്ന, അവരുടെ പേര് കേൾക്കുമ്പോൾ പോലും അവർക്ക് രക്ഷയുണ്ടാകട്ടെ, ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന മുസ്ലിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. മോസസിൻ്റെ പേര് കേൾക്കുമ്പോഴും യേശുവിൻ്റെ പേര് കേൾക്കുമ്പോഴും അബ്രഹാമിൻ്റെ പേര് കേൾക്കുമ്പോഴും അങ്ങനെയുള്ളൊരു ദർശനമാണ്. അപ്പോൾ ഇത് മുസ്ലിങ്ങൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രവാചകനെക്കുറിച്ച് പറയുമ്പോൾ ഈ അർത്ഥത്തിൽ ഈ പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിങ്ങൾ പ്രവാചകനെയും ആ സ്വഭാവത്തിൽ എല്ലാവരുടെയും ഒരു പ്രവാചകനായിട്ട് മുസ്ലിങ്ങൾ അത് അവതരിപ്പിക്കുകയും ആ അർത്ഥത്തിന് ആ സന്ദേശം കൈമാറുകയും ചെയ്യണം. അത് ചില സൊസൈറ്റിയിലൊക്കെ ഇപ്പോൾ പ്രവാചകനെ കുറിച്ച് പഠിച്ച ഒരുപാട് മുസ്ലിങ്ങളല്ലാത്ത കുറേ വ്യക്തികളുണ്ട്, ചിന്തകന്മാരുണ്ട്. അവരൊക്കെ ഈ കാര്യങ്ങൾ ശരിക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും വേണ്ട സ്വഭാവത്തിൽ ജനങ്ങൾക്കിടയിൽ അത് അവതരിപ്പിക്കും. യൂസുഫ് സാഹിബ് പറഞ്ഞാൽ അത് തിയോളജിക്കലായിട്ടും ഫിലോസഫിക്കലായിട്ടും ഇസ്ലാം സ്ഥാപിക്കുന്നൊരു സംഭവമാണത്. അതായത് ലോകത്ത് ഇന്ന് വരെയുള്ള ഇത്തരം പ്രബോധനങ്ങളെ ഒരൊറ്റ ചെയിനിൻ്റെ ഭാഗമാക്കിയിട്ട് ഖുർആൻ മാറ്റുന്നു എന്നുള്ളതാണ്. അതായത് വ്യത്യസ്ത സമുദായങ്ങളിലേക്ക് വന്നിട്ടുള്ള ആചാര്യരെയും പ്രവാചകരെയും പോലും ആ ഒരു ചെയിനിൻ്റെ ഭാഗമായിട്ട് കണ്ണി ചേർക്കുന്നു. അങ്ങനെ കണ്ണി ചേർക്കുക വഴി അവർ ലോകത്തിൻ്റെ സ്വത്തായി മാറുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം മദീനയിലുണ്ടായിട്ടുള്ള യഹൂദ മുസ്ലിം സംഘർഷത്തിൻ്റെ ഒരു പ്രധാന ബേസ് യഹൂദ നേതൃത്വം വന്ന് തങ്ങളുടേത് എന്ന് കരുതിയിരുന്ന പ്രവാചകർ, അതോടൊപ്പം തന്നെ തങ്ങളുടേത് എന്ന് കരുതിയിരുന്ന മസ്ജിദുൽ അക്സ അല്ലെങ്കിൽ സോളമൻ ടെമ്പിൾ, ഈ സംഗതിയെ പ്രവാചകൻ കടന്നെടുക്കുകയും എന്നിട്ടത് പൊതുസ്വത്താക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് അവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയൊരു സംഗതിയായിരുന്നു എന്നാണ് കുറച്ചുകൂടി സൈക്കോളജിക്കലായിട്ട് അതിനെ വിശകലനം ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതാണ് ഒരു പ്രധാനപ്പെട്ട ആ സംഘർഷത്തിൻ്റെ ഒരു പ്രധാന ബേസ് അതാണ്. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് മാത്രമാണ് അതിനൊരു വംശീയ സംഘർഷം മാത്രമായിട്ട് ആളുകൾ അതിന് മറ്റുള്ളവർ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. മുസ്ലിങ്ങളും അങ്ങനെയാണ് കാണുന്നത്.
മുസ്ലിങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ജൂതൻ എന്ന് പറഞ്ഞാൽ എല്ലാ തിന്മയുടെയും പ്രതീകമാണെന്നൊരു ധാരണ ഇപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തിൻ്റെ ഒരു അടിസ്ഥാനത ആ ഒരു അടിത്തറയിൽ ചിന്തിക്കുമ്പോൾ പോലും ഇന്ന് ഫലസ്തീനു വേണ്ടി പ്രതിരോധം തീർക്കുന്ന BDS മൂവ്മെൻ്റ് ആയാലും അതുപോലെ അവിടെയുള്ള പ്രക്ഷോഭങ്ങളായാലും ഇതിലൊക്കെ വലിയൊരളവിൽ ജൂത സാന്നിധ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെയും സയണിസത്തെയും എതിർക്കുന്നിടത്ത് വലിയൊരളവിൽ ജൂത സാന്നിധ്യമുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും സയണിസം എന്ന് പറയുന്ന ഒരു പ്രോബ്ലത്തെ, ഒരു പ്രശ്നത്തെ ഒരു ജൂത പ്രശ്നമായിട്ട് തന്നെ മനസ്സിലാക്കുന്നു എന്നുള്ളത് ഗുരുതരമായൊരു തെറ്റാണ്. ഈ ഒരു കാഴ്ചപ്പാടായിരിക്കണം അന്ന് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അവരുടേത് എന്ന് അവർ കരുതിയിരുന്ന മോസസ്, ഡേവിഡ്, സോളമൻ പോലുള്ള വ്യക്തികൾ പൊതു വ്യക്തികളായി മാറുകയാണ്, മനുഷ്യരുടെ സമ്പത്തായി മാറുകയാണ്. പ്രവാചകൻ അങ്ങനെ ഒരു പ്രവൃത്തിയാണ് ചെയ്തത്. പ്രവാചകൻ്റെ പ്രബോധനങ്ങൾ സൊസൈറ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു രാസമാറ്റം തന്നെ, അല്ലെങ്കിൽ ഒരു മാനസിക വ്യതിയാനം എന്ന് പറഞ്ഞുകൂടാ, മാനസികമായിട്ടുള്ള മാറ്റം തന്നെ അതായിരുന്നു. അപ്പോൾ അതിനോടുണ്ടായിട്ടുള്ളൊരു അസഹിഷ്ണുതയിൽ നിന്നാണ് ആ ഒരു സംഘർഷം ഉടലെടുത്തത് എന്ന് അത് വായിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ സമൂഹത്തിലേക്കുമുള്ള പ്രവാചകർ എന്ന് പറഞ്ഞിട്ട് ഒരു ചെയിനിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതോടുകൂടി ഇതിൻ്റെ ഒരു ഉൾക്കൊള്ളൽ ക്ഷമത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയും നമ്മൾ ഒരു ഭയങ്കര കെട്ടുറപ്പുള്ള ഒരു ഈ ചട്ടത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോണ്ടാകുന്ന പ്രശ്നമുണ്ട്. ഇസ്ലാമിൽ നിയമങ്ങൾ ചട്ടമാണ്, പക്ഷേ ആ ചട്ടം മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ളതാണ്. മൂല്യങ്ങളുടെ അഭാവത്തിൽ ചട്ടത്തിന് പ്രസക്തിയില്ല. അപ്പോൾ നമ്മൾ കേവലം മതപരമായിട്ട് മാത്രം വീക്ഷിക്കുമ്പോൾ ചട്ടം പ്രധാനമായി വരികയും മൂല്യങ്ങൾ ചോർന്നു പോവുകയും ചെയ്യും. നിങ്ങൾ കടുക് ചോരുന്നത് അറിയുന്നു, ആന ചോരുന്നത് അറിയുന്നില്ല എന്ന് പറയുന്നത് പോലെ ഈ സമുദായം എന്ന് പറയുന്ന ഒരു ചട്ടം യാഥാർത്ഥ്യമാണ്, അത് വേണ്ടതുമാണ്, ആ ഒരു ഐഡൻറ്റിറ്റിയും അനിവാര്യമാണ്. പക്ഷെ അതെന്തിനു വേണ്ടിയാണ്? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ് എന്നാണ്, മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറയുമ്പോൾ ആ പുറത്തേക്ക് പ്രസരിക്കാനുള്ള സാധ്യതകൾ മിക്കവാറും ഈ ആദിമവിശുദ്ധിയിലെല്ലാ ആചാര്യരും, ഇപ്പോൾ ഉദാഹരണത്തിന് ബുദ്ധമതത്തിൽ ബോധിസത്വന്മാരുടെ ഒരു പരമ്പരയാണ്. അപ്പോൾ ആ പരമ്പരയെ അതിൻ്റേതായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ മൊത്തം ആളുകൾ, ഇപ്പോൾ ഇന്ന് ഈ ലോകത്തെ ഏറ്റവും പ്രശ്നമായിട്ടുള്ള വലതുപക്ഷ റാഡിക്കലിസത്തിൽ റാഡിക്കലിസം ബുദ്ധിസ്റ്റുകൾക്കിടയിലുണ്ട്. ഇപ്പോൾ ശ്രീലങ്കയിലും മ്യാൻമറിലൊക്കെ സംഭവിക്കുന്നതാണ്. അതും തേരവാദ ബുദ്ധിസം എന്ന് പറഞ്ഞാൽ പാലി സുത്തങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ബുദ്ധൻ്റെ അടിത്തറയിൽ നിൽക്കുന്ന. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ബോധിസത്വ പരമ്പര എന്ന് പറഞ്ഞാൽ ജാതക കഥകളായിട്ട് മാറി. അതുപോലെ തീർത്ഥങ്കരന്മാരുടെ പരമ്പര. ഇതിനേക്കാൾ വളരെ വിശാലമായിട്ടാണ് പ്രവാചകന്മാരുടെ പരമ്പരയെ സംബന്ധിച്ച് ഖുർആൻ സംസാരിക്കുന്നത്. ഖുർആൻ പേരെടുത്ത് പറഞ്ഞതും അല്ലാത്തതുമായ, സെമിറ്റിക്കുകളുടേതായ ചരിത്രത്തിൽ ഉൾക്കൊള്ളുന്നതും അല്ലാത്തതുമായ എല്ലാ സമൂഹങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ചെയിനിനെ സംബന്ധിച്ച് ഖുർആൻ സംസാരിക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പോയിൻ്റാണ്. അല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ബഹുസ്വര സമൂഹത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളീയ സമൂഹമാണെങ്കിൽ മുസ്ലിങ്ങളുണ്ട്, അതുപോലെ ഹിന്ദുക്കളുണ്ട്, ക്രൈസ്തവരുണ്ട്, മതമുള്ളവരുണ്ട്, മതമില്ലാത്തവരുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ പ്രവാചകൻ്റെ മാനവിക പാഠങ്ങളാണ്. അപ്പം അവരെ കൂടുതൽ ഇതിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയും ഈ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത് മുസ്ലിം സമൂഹം നിർവഹിക്കേണ്ട ഒരു ഉത്തരവാദിത്തമായിട്ടാണ് തോന്നുന്നത്. പിന്നെ ടെക്സ്റ്റ് വെച്ച് നോക്കുക തന്നെയാണെങ്കിൽ ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളെയും അത് ജനങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. അള്ളാഹുവിനെക്കുറിച്ച് പറയുന്നു, അള്ളാഹു മൊത്തം സമൂഹത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ ദൈവമാണ്. റസൂലിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു റഹ്മത്തുല്ലിൽ ആലമീൻ. ഇനി ഉമ്മത്ത് എന്ന കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിലോ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ്. ഖുർആനെ സംബന്ധിച്ച് വായിക്കുകയാണെങ്കിൽ ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക്. അപ്പം നമ്മുടെ ഒരു നിലവിലുള്ള റെസ്ട്രിക്ഷൻസിനെ, ഈ നിയന്ത്രണങ്ങളെ മറികടന്നുകൊണ്ടുള്ള പ്രവാചക പാഠങ്ങൾ സമൂഹത്തിലേക്ക് തീർച്ചയായും പ്രസരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ്. പിന്നെ നമ്മൾ ഉദ്ദേശിച്ചത് ബാരിക്കേഡുകളെ മറികടക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ പ്രവാചകൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് പാഠങ്ങൾ കാണാൻ സാധിക്കും. പ്രവാചകൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ 2 ഘട്ടങ്ങളിലായിട്ടാണ്. മക്ക ജീവിതം, തുടർന്ന് മദീന ജീവിതം. പക്ഷേ പ്രവാചകനെ ഒരു ആരാധനാ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു പ്രവാചകനെയല്ല നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അതിനപ്പുറം ഇബാദത്തുകൾ അവരുടെ ഒരു മുസ്ലിം സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്, അത് നിഷേധിക്കാൻ കഴിയില്ല. പക്ഷേ മദീനയിലേക്ക് വരുമ്പോൾ നമുക്ക് മറ്റൊരു പ്രവാചകനെയാണ് കാണാൻ സാധിക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന, എല്ലാ മനുഷ്യരുടെയും അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്ന, അതുപോലെ തന്നെ രാഷ്ട്രങ്ങളുടെ അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന, മദീന പാക്റ്റ് എന്നുള്ള ഒരു പ്രമാണം തന്നെ പ്രവാചകൻ വ്യത്യസ്തമായ സമുദായങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ചിരുന്നു, ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പം ഇതും പ്രവാചകൻ്റെ ഒരു മുഖമാണ്. അതിൽ ആ മദീന പാക്റ്റിൽ എന്തുണ്ട്?
ജൂതർക്ക് ജൂതരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കും, ക്രൈസ്തവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കും. അതായത് മതത്തിൻ്റെ ഒരു ചെറിയ വൃത്തത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക്, ലോകത്തിൻ്റെ വിവിധ തലങ്ങളിലേക്ക് പ്രസരിക്കുന്ന ഒരു പ്രവാചകനെ തന്നെ നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു പാഠം. അതിന് പ്രവാചകനെ വെറും ഒരു സ്പിരിച്വൽ ലീഡർ മാത്രമാക്കി മാറ്റിയതിൻ്റെ പ്രശ്നം ഇതിലുണ്ട്. പൊതുവേ ഇന്ന് കുറേ ആളുകൾക്ക് പ്രവാചകനെ ഒരു ആത്മീയ നേതാവായിട്ടാണ് അവർ, മുസ്ലിങ്ങൾ മാത്രമല്ല മറ്റുള്ളവർക്കും പ്രവാചകനെ ഒരു ആത്മീയ നേതാവ്, ഒരു സ്പിരിച്വൽ ലീഡർ മാത്രമായിട്ട് കാണാനാണ് ആഗ്രഹം. അങ്ങനെ പ്രവാചകന് ദിവ്യത്വത്തിൻ്റെ പല അംശവും പ്രവാചകന് ചാർത്തിക്കൊടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത് എന്ന് കരുതുന്നവരുണ്ട്. മുസ്ലിങ്ങൾ മാത്രമല്ല മറ്റുള്ളവരും. കാരണം ഒരു ആത്മീയ നേതാവ് എന്ന അർത്ഥത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും കുറേ അബ്സ്ട്രാക്റ്റായ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. മനുഷ്യ ജീവിതവുമായി ബന്ധമില്ലാത്ത എന്ന് നമുക്ക് തോന്നുന്ന, അതേസമയം വേറെ കുറേ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്. മെറ്റഫിസിക്കലായ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. മതം എന്ന് പറഞ്ഞാൽ അതാണ് എന്നാണ് മതത്തെക്കുറിച്ച് മതത്തെ എതിർത്തവരും വളരെ ശക്തമായി സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചത്. പല മതങ്ങളെയും സംബന്ധിച്ചിടത്തോളം അതിനെ അവർക്ക് മറികടക്കാനും പറ്റിയിട്ടില്ല. ഈ ഒരു പിന്നെ വിഭജനത്തിൽ മതം അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ശരിയെന്ന് പറഞ്ഞിട്ട് അവർ മതത്തെ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അങ്ങനെയല്ല. അദ്ദേഹം ഒരു സ്പിരിച്വൽ ലീഡറായിരുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവുമായി, പടച്ച തമ്പുരാനുമായി അങ്ങേയറ്റത്തെ ആത്മീയ ബന്ധമുണ്ടായിരുന്ന ആ പടച്ച തമ്പുരാൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ആ പടച്ചവനുമായി എപ്പോഴും മുനാജാത്ത് നടത്തിക്കൊണ്ട് ജീവിക്കുന്ന ആധ്യാത്മിക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം തന്നെയാണ്. അതേസമയം റസൂല് മനുഷ്യനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, കോൺക്രീറ്റ് റിയാലിറ്റി, സൊസൈറ്റിയിലെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിച്ച ഒരാളാണ്. മനുഷ്യനെ റസൂല് നിർവചിക്കുന്നുണ്ട്, മനുഷ്യാവകാശത്തെക്കുറിച്ച് റസൂല് സംസാരിക്കുന്നുണ്ട്, മനുഷ്യ വിമോചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആളുകളെ വെരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചങ്ങലകൾ അറുത്തുമാറ്റുന്നവനും അവർ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഭാരം ഇറക്കി വെക്കുന്നവനുമാണ് റസൂൽ പറയുന്നുണ്ട്. പിന്നെ ആധ്യാത്മികതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, സ്പിരിച്വാലിറ്റിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മതപുരോഹിതന്മാരൊക്കെ മനുഷ്യന്മാരെ ചൂഷണം ചെയ്തപ്പോൾ ആ ചൂഷണത്തെ എതിർക്കണമെങ്കിൽ മതത്തിൽ നിന്ന് പുറത്തുള്ളൊരു ശക്തി വേണമെന്നാണ് ഈ ആധുനിക കാലത്ത് പല ആളുകളും വാദിച്ചത്. പ്രവാചകൻ അങ്ങനെയല്ല. മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചൂഷണത്തെ വളരെ ശക്തമായി എതിർക്കുകയും ഖുർആൻ തന്നെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഒക്കെ ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുന്നവരാണെന്നുകൊണ്ട് അവർ വിമർശിക്കുന്നുണ്ട്. ഇത് റസൂൽ മാത്രമേ, യേശു അത് ചെയ്തിട്ടുണ്ട്, പുരോഹിതന്മാരെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യരുടെ കോൺക്രീറ്റ് റിയാലിറ്റീസ്, സോഷ്യൽ റിയാലിറ്റീസ് അഭിമുഖീകരിക്കുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെ അഭിമുഖീകരിച്ച് ഒരു ലോകത്തെ സൃഷ്ടിച്ച, ലോകത്തെ മാറ്റിയ ഒരാൾ കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്പിരിച്വലായിട്ട് മാത്രം കാണുമ്പോഴുണ്ടാകുന്ന ചില അപകടങ്ങളെക്കുറിച്ച് നമ്മൾ ശരിക്കും ബോധവാന്മാരാകേണ്ടതുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഈ സ്പിരിച്വാലിറ്റിയിൽ താല്പര്യമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം സ്പിരിച്വലായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് വെറും കൾട്ടാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്നത്തെ സ്വഭാവത്തിലുള്ള ഒരു കൾട്ട് ഫിഗർ, കുറെ കൂടി കരിഷ്മയുള്ള ഒരു കൾട്ട് ഫിഗർ മാത്രമായിട്ട് പ്രവാചകനെ കാണാനായിരിക്കും അവർ നിർബന്ധിതരാവുക. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ലോകത്തിൻ്റെ നാഗരിക പുരോഗതിക്ക് വേണ്ടതൊന്നും അതിലില്ല, അതുണ്ടെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ ഒരു കൾട്ട്, ആ കൾട്ട് ഒരു വലിയൊരു റിലീജിയനായിട്ട് വികസിക്കാൻ, അങ്ങനെ വികസിക്കാനും നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കാനുമുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ പരിമിതമാണെങ്കിൽ പോലും ആ ഒരു വാദം റെലവൻ്റ് ആവുന്നത് അവിടെയാണ്. അതാണ് ഒരു പ്രശ്നം. മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ റിച്വൽസിൻ്റെ പൊരുളിനെ സംബന്ധിച്ച് പോലും യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ എന്നവകാശപ്പെടുന്ന ഒരു സമൂഹം പോലും അതിൽ ബോധവാന്മാരാണ്. പ്രവാചകൻ്റെ മീൻസ് ആദിമ സമൂഹത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇന്ന് പ്രവാചകൻ്റെ പിന്നെ എന്താണ് പൈതൃകം അവകാശപ്പെടുന്ന ആ ഒരു സൊസൈറ്റി പോലും അതിൽ പിന്നെ എത്രത്തോളം ബോധമുണ്ടെന്നുള്ള സംശയമുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇസ്ലാം ഉപയോഗിച്ചിട്ടുള്ള പദങ്ങൾ, പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള വാക്കുകൾക്ക് പോലും ഒരു സൂക്ഷ്മത ഉണ്ട്. ഒരു മതത്തിൻ്റെ പേരായിട്ട് സബ്മിഷൻ എന്നർത്ഥമുള്ള അല്ലെങ്കിൽ സമാധാനം എന്നർത്ഥമുള്ള ഇസ്ലാം എന്ന വാക്ക് വരിക എന്നുള്ളത് ഇരിക്കട്ടെ, എന്തായാലും എന്തെങ്കിലും ഒരു പേര് വേണമല്ലോ. അതിനപ്പുറം പിന്നെ സ്വലാത്ത് എന്നുള്ള പദത്തിന് പ്രാർത്ഥന എന്നർത്ഥമില്ല. പക്ഷേ ഇസ്ലാമിൻ്റെ 5 നേരത്തെ പ്രാർത്ഥനയ്ക്ക് പറയുന്ന പേര് സ്വലാത്ത് എന്നാണ്. സക്കാത്ത് എന്നുള്ള വാക്കിന് ദാനം നല്ല അർത്ഥം. പക്ഷേ ഇസ്ലാം ദാനത്തിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള വാക്ക് സക്കാത്ത് എന്നാണ്. ഒപ്പം സദക്ക എന്ന് പറഞ്ഞാൽ ഒരുത്തൻ അവനവനോട് കാണിക്കുന്ന സത്യസന്ധതയാണ്. ഞാൻ എന്നോട് കാണിക്കുന്ന സത്യസന്ധതയുടെ ഭാഗമായിട്ട് പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രശ്നം തീർക്കണം എന്ന് വരുമ്പോൾ അതൊരു അനുഷ്ഠാനമേ അല്ല. അതുപോലെ പിന്നെ പലതും ഇപ്പോൾ ആഘോഷം, ഈദ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വേരിലേക്കുള്ള മടക്കം.
മടക്കത്തെ സൂചിപ്പിക്കുന്ന ഒരു ശബ്ദം ആഘോഷത്തിൻ്റെ വാക്കായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഓരോ വാക്കുകൾ സൂക്ഷ്മമായിട്ട് ഫോളോ ചെയ്യുമ്പോൾ പോലും അതിൽ ഈ റിച്വൽസിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ പോലും അർത്ഥമാക്കുന്ന റിച്വൽസിനല്ല. അപ്പോൾ റിച്വലിസ്റ്റിക്കായിട്ട് അതിനെപ്പോലും കാണാൻ പാടില്ല എന്നാണ്. അത് ഈ നിസ്കാരം, നോമ്പ് പോലുള്ള സംഗതികളെ പോലും കേവലം അനുഷ്ഠാനപരമായിട്ട് കാണരുത്. അതിലൊരു വലിയ പാഠമുണ്ട്. അതാണിപ്പോൾ ഈ ഷുഐബ് നബിയുടെ കഥ പറയുന്ന സമയത്ത് ആ സ്വലാത്തുക്ക തൗമുറുക്ക എന്ന് പറഞ്ഞിട്ടാണ് ആ സമൂഹത്തിന് മനസ്സിലായി സ്വലാത്തിൻ്റെ പൊരുളെന്താണെന്ന്. നിന്റെ പ്രാർത്ഥനയാണോ ഞങ്ങളുടെ പിതാക്കന്മാർ പരമ്പരയായിട്ട് തുടർന്ന് വന്ന ദൈവങ്ങളെ ഉപേക്ഷിക്കണമെന്നും ഞങ്ങളുടെ മുതലിൽ ഞങ്ങൾക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ലെന്നും പഠിപ്പിക്കുന്നത്? രണ്ടാമത്തെ പോയിന്റാണ് പ്രസക്തം. അപ്പം ഇങ്ങനൊരു പാഠം യഥാർത്ഥത്തിൽ സ്വലാത്തിനുണ്ടോ? എന്നിട്ടെന്തേ നമുക്കത് മനസ്സിലാവാത്തത്? ഖുർആൻ തന്നെ പറയുന്നത് പിന്നെ ഫവൈലുല്ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്ന ആൾ നരകത്തിലാണെന്ന് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ആൾ നരകത്തിലാണെന്ന് പ്രഖ്യാപിക്കുന്ന വേറെ ഏതെങ്കിലും വേദഗ്രന്ഥം ഉണ്ടോ? എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്? അത് ഖുർആന്റെ പേര് തന്നെ അങ്ങനത്തെ ഒരു പേരാണ്. അതെ, ഖുർആൻ എന്നുള്ള വായന. അതെ, രണ്ട് സങ്കീർത്തനെന്നോ പ്രകീർത്തനെന്നോ കൊടുത്താലാണ് അതൊരു മതപരമായ ഒരു പേരാകുക. അതെ. പക്ഷെ ഖുർആൻ കൊടുത്തിരിക്കുന്ന പേര് തന്നെ വായന. അത് മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു നൈസർഗികമായിട്ടുള്ള കുറെ സംഗതികളുണ്ട്, അതിനെ ഉദ്ദീപിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ചെയ്യുന്നത്. ഇസ്ലാം എന്നുള്ള പേരിൽ പോലും ആ ഒരു പ്രസക്തി ഉണ്ട്. അല്ല, ഞാൻ അതൊന്ന് പൂർത്തിയായത് ഇപ്പം ഈ പറയുന്ന പോലെ സ്വലാത്ത്, സക്കാത്ത് പോലുള്ള വാക്കുകളൊക്കെ ഹ്യൂമാനിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരിക്കലും ആധുനിക കാലത്തുള്ള ഒരു ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു ഫിലോസഫിയിലേക്കല്ല നമ്മൾ പോകുന്നത്. അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് അതിൻ്റെ ഗുണവും ദോഷവും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല. ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു പൊതുവികാരമുണ്ട്. ആ ഒരു വികാരത്തിന് നൽകുന്ന സംഭാവനയായിട്ട് ഒന്നുകൂടി പറയാം, സ്വലാത്തിൽ നിന്ന് വിരമിക്കുന്നത്, പടച്ചോനോടുള്ള പ്രാർത്ഥനയിൽ നിന്ന് വിരമിക്കുന്നത് വലത്തും ഇടത്തുമുള്ള ആളുകളോട് സലാം പറഞ്ഞുകൊണ്ടാണ്. വലത്തും ഇടത്തുമുള്ള മനുഷ്യരോടും തിര്യക്കുകളോടും ഈ പ്രപഞ്ചത്തോടും മൊത്തം സലാം പ്രഭാതമേ എന്നുള്ളത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു സ്ഥിരം പ്രയോഗമാണ്. ആ പ്രയോഗമൊക്കെ ഏത് തരം സ്വാധീനത്തിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതും കൂടി ആലോചിക്കേണ്ടതാണ്. വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞിട്ട് പ്രപഞ്ചത്തിലുള്ള എല്ലാവർക്കും സലാം, സമാധാനം ആശംസിച്ചുകൊണ്ടാണ് പടച്ചോനോടുള്ള പ്രാർത്ഥന അവസാനിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ അതിനും എന്ത് വരികയാണ്? ഒരു സാമൂഹികമായ ഒരു മാനം വരികയാണ്. ഇസ്ലാം എന്നുള്ള ആ പേരിൽ തന്നെ ആ ഒരു തലമുണ്ടല്ലോ. ഇപ്പം പ്രപഞ്ചത്തിലുള്ള എല്ലാം തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നു. പ്രപഞ്ചം, ഭൂമി, സസ്യ ജീവജാലങ്ങൾ, മറ്റെല്ലാ സംഗതികളും പ്രപഞ്ചത്തിന്, നമ്മുടെ കൈകാലുകളും കണ്ണും കാതും എല്ലാം തന്നെ എന്താണ്? ദൈവത്തിൻ്റെ വിധിക്ക് വിധേയമാണ്. അതൊരു നൈസർഗികമായ പ്രകൃതിയാലുള്ള ഒരു സമർപ്പണമാണ്. അപ്പം ഒരാളോട് ഇസ്ലാം ആവുക അല്ലെങ്കിൽ മുസ്ലിം ആവുക എന്നുള്ളത് പ്രകൃതിയിലേക്ക് ചേർന്ന് നിൽക്കുക, അതായത് ബോധപൂർവം നിൻ്റെ മനസ്സിൻ്റെ തിരഞ്ഞെടുപ്പും എന്തായിരിക്കണം? ഈ ഒരു സമർപ്പണമായിരിക്കണം. അപ്പോൾ ഇസ്ലാം എന്നുള്ള ആ പേരിൻ്റെ ഒരു പൊതു സ്വഭാവം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു തലം ഇസ്ലാമിലുള്ള ഓരോ വേർഡിനും ടെർമിനോളജിക്കും ഉണ്ട് എന്നുള്ളത്. അല്ല, അത് വെച്ചുകൊണ്ടാണ് പ്രവാചകന്റെ ജീവിതത്തെ നമ്മളിപ്പോൾ ഈ റിവ്യൂ ലെവൽ പറയുമ്പോഴും പ്രവാചകന്റെ ജീവിതത്തെ ആ ഒരു അദ്ദേഹം പഠിപ്പിച്ചത് എന്താണോ ആ ഒരു തത്വശാസ്ത്രത്തിൻ്റെ, ആ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ, ആ ഒരു മതത്തിൻ്റെ, പിന്നെ ആ ഒരു രാഷ്ട്രീയത്തിൻ്റെ ബേസിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും. അല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ചർച്ച ഒന്നും കൂടി വേറൊരു തലത്തിൽ കൂടി വികസിക്കേണ്ടതുണ്ട് എന്നുള്ളത്. അപ്പം നീതി എന്നുള്ളത് ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആണ്. ഒരു ദാർശനികൻ പറയുന്നുണ്ട്, നന്മകളിൽ ഏറ്റവും മികച്ച നന്മ നീതിയാണ്, തിന്മകളിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള മോശമായിട്ടുള്ള തിന്മ എന്നുള്ളത് അനീതിയാണ്, അക്രമമാണ്. ആ നീതിയെ സംബന്ധിച്ചുള്ള പ്രവാചകൻ്റെ പാഠം എന്നുള്ളത് അത് നമ്മെ അത്ഭുതപ്പെടുത്തും. ഇപ്പോൾ സാധാരണ നീതിയെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ഓരോ നീതിയെ കുറിച്ചുള്ള സങ്കല്പം എന്നുള്ളത് അവരവരുടെ സമൂഹത്തിൽ മാത്രം, അതായത് ഇപ്പം വംശീയതയുടെ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ നല്ലവൻ അല്ലെങ്കിൽ തൻ്റെ സമുദായം നല്ലവൻ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ പോകുന്ന ഒരു സിസ്റ്റമാണ് വംശീയതക്കുള്ളത്. പക്ഷെ അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നീതി എന്നത് സ്വന്തത്തിനെതിരാണെങ്കിൽ പോലും നീതിപൂർവ്വം കാര്യങ്ങളെ വിധിക്കുന്ന ഒരു പ്രവാചകനെയാണ് കാണാൻ. ഉദാഹരണത്തിന് ഇപ്പം വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിൽ 105 മുതലുള്ള ആയത്തുകൾ ഒരു ജൂതന് വേണ്ടിയിട്ട് അവതരിച്ച സൂക്തങ്ങളാണ്. ആ സംഭവം എന്തെന്ന് വെച്ചാൽ, ഒരു മുസ്ലിം പടയങ്കി മോഷ്ടിക്കുകയും ഈ ജൂതൻ്റെ പേരിൽ ആരോപിക്കുകയും ചെയ്തു. ജൂതനാണ് ഈ പടയങ്കി മോഷ്ടിച്ചതെന്ന് ആരോപിക്കുകയും ചെയ്തു. അപ്പം പ്രശ്നം പ്രവാചകൻ്റെ അരികിലെത്തി. പ്രവാചകന് ജൂതനെതിരെ വിധി പുറപ്പെടുവിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് വലാ തകുല്ലിൽ ഖായിമീന ഖസീമ, വലാ തകുല്ലിൽ ഖായിനീന ഖസീമ,
നീ ഒരിക്കലും വഞ്ചകർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, തർക്കിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ആയത്ത് അവതരിക്കുന്നു. അപ്പം പിന്നെ സ്വന്തത്തിനെതിരാണെങ്കിൽ പോലും, സ്വന്തം സമൂഹത്തിനെതിരാണെങ്കിൽ പോലും നീതിയുടെ വിഷയത്തിൽ ജൂതന് വേണ്ടി സൂക്തങ്ങൾ അവതരിക്കുന്ന തികച്ചും മറ്റൊരു തലത്തിലുള്ള ഖുർആനിനെയും പ്രവാചകനെയുമാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ വിഷയമായിട്ടാണ് ഇതിനും ബന്ധമുള്ളത്. നമ്മൾ ഈ സ്പിരിച്വാലിറ്റിയെ വെറും ഒരു ആധ്യാത്മികതയായി കാണുന്നതിന് പകരം ഈ മനുഷ്യനെയും ലോകത്തെയും പ്രപഞ്ചത്തെയും പ്രകൃതിയെയും എല്ലാം ബന്ധിപ്പിക്കുന്ന, അതിനൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സരണിയായിട്ട് ഇസ്ലാം അവതരിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെയാണ് പിന്നെ സ്പിരിച്വാലിറ്റി അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, സാധാരണഗതിയിൽ മതങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നത്, ഒരാൾക്ക് ദൈവവുമായി കൂടുതൽ അടുക്കണമെങ്കിൽ ദൈവവുമായി ഒറ്റപ്പെട്ട് ഒരു ഗുഹയിലോ അല്ലെങ്കിൽ വനാന്തർഭാഗത്തോ അല്ലെങ്കിൽ ഒഴിഞ്ഞ മുറിയിലോ ഇരുന്ന് ഇങ്ങനെ കുറേ പ്രാർത്ഥിക്കുക, ഇത് മാത്രമാണ് സ്പിരിച്വാലിറ്റി എന്ന് ആളുകൾ മനസ്സിലാക്കുന്നത്. അത് സ്പിരിച്വാലിറ്റിയുടെ ഒരു തലമാണ്, സ്പിരിച്വൽ ലൈഫിൻ്റെ ഒരു തലം തന്നെയാണ്. മനുഷ്യൻ ഒറ്റക്ക് ദൈവവുമായിട്ട് പ്രാർത്ഥനയിലും അതുപോലെ തന്നെ സംഭാഷണത്തിലൊക്കെ ഏർപ്പെടുന്നത്. പ്രാർത്ഥന മനുഷ്യൻ ഏകപക്ഷീയമായി ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയാണ്. എന്നാൽ റസൂൽ പറയുന്നത്, ദൈവം നിങ്ങളോട് കരുണ കാണിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിലുള്ള എല്ലാവരോടും കരുണ കാണിക്കണം. ഇർഹമു മൻഫിൽ അർളി യർഹമുക്കും മൻഫിൽ സമാ. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ പോലും ഈ ഭൂമിയിലുള്ള മനുഷ്യർ മാത്രമല്ല, എല്ലാവരോടും. അപ്പോൾ ഇവിടെ റസൂല് ഒരു കാരുണ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതേ റസൂൽ തന്നെയാണ് ഇപ്പോൾ ഷമീർ സാഹിബ് സൂചിപ്പിച്ച നീതിയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇപ്പം നീതിയും കാരുണ്യത്തെയും വളരെ മനോഹരമായി കോർത്തിണക്കി എന്നതാണ് റസൂലിൻ്റെ പ്രത്യേകത. കാരണം കാരുണ്യം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് അഖില സാരമൊഴി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നതിനെക്കുറിച്ച് ചരിത്രത്തിൽ പല ആളുകളും ആ സ്നേഹത്തെയും നീതിയെയും പരസ്പരം ബന്ധിപ്പിക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം നമ്മൾ കാരുണ്യം ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇത്തരം ഒരു കമ്പാഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു കവർച്ചക്കാരനെ നമുക്ക് ശിക്ഷിക്കാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു കൊലപാതകയോട്, അല്ലെങ്കിൽ ഒരു ചെയിൻ കില്ലറോട് നമുക്ക് കാരുണ്യം കാരണം നമുക്ക് അയാളോട് സഹാനുഭൂതി പ്രകടിപ്പിക്കാൻ പറ്റുമോ? ഇവിടെയാണ് റസൂൽ ഒരു ഭാഗത്ത് കാരുണ്യത്തെക്കുറിച്ച് സംസാരിച്ചു, മറുഭാഗത്ത് റസൂൽ നീതിയെക്കുറിച്ച് സംസാരിച്ചു. എന്നിട്ട് ഈ നീതിയെയും കാരുണ്യത്തെയും പരസ്പരം കോർത്ത് നിൽക്കുകയാണ് റസൂൽ ചെയ്യുന്നത്. കാരുണ്യമാണ് അടിസ്ഥാനം. പക്ഷേ ഈ കാരുണ്യത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ചിലപ്പോൾ കൊലപാതകി ശിക്ഷിക്കപ്പെടേണ്ടി വരുന്നത്, കവർച്ചക്കാരനും കൊള്ളക്കാരനും ശിക്ഷിക്കപ്പെടേണ്ടി വരുന്നത്, മർദ്ദകൻ ശിക്ഷിക്കപ്പെടേണ്ടി വരുന്നത്. അപ്പോൾ മർദ്ദനവും ചൂഷണവും കാണുമ്പോൾ കാരുണ്യം മുൻനിർത്തിക്കൊണ്ട് അതിനോട് മൗനം പാലിക്കാനല്ല റസൂൽ പറയുന്നത്, അതിനെതിരെ പ്രതികരിക്കണം എന്നാണ്. അപ്പോൾ എക്സ്പ്ലോയിറ്റേഷനെതിരെ റസൂലിൻ്റെ തന്നെ ഒരുപാട് വചനങ്ങൾ, ഇപ്പോൾ നീതിയെക്കുറിച്ച് തന്നെ പറയുമ്പോൾ നീതിയെ, ഈ കാരുണ്യത്തെ പ്രതി നിങ്ങൾ എല്ലാവരോടും ദയ കാണിക്കണം എന്നല്ല, ദയാണ് അടിസ്ഥാനം. പക്ഷേ ഇവിടെ എക്സ്പ്ലോയിറ്റേഷൻ കാണുമ്പോൾ, ഇവിടെ ടോർച്ചർ ചെയ്യുന്നത് കാണുമ്പോൾ, ജനസൈഡ് കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക എന്നത് ഒരു നീതിയിൽ നിന്നുരുത്തിരിയുന്ന ഒരു വലിയൊരു ആശയമാണ്. ആ അർത്ഥത്തിൽ നീതിയെ റസൂല് വിശകലനം ചെയ്യുകയും വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. നീതിയെക്കുറിച്ച് പറയുമ്പോൾ ചരിത്രത്തിൽ ഒരുപാട് ആളുകൾ നീതിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ റസൂല് നീതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം തന്നെ മനുഷ്യരെല്ലാവരും തന്നെ ഒരേ വിധാനത്തിൽ, ഇക്വാലിറ്റി ഇല്ലാതെ നമുക്ക് നീതി ഉണ്ടാവില്ല. കാരണം ഈ സംഭവം തന്നെ ഇവിടെ ഒരു ജൂതനും ഒരു മുസ്ലിമുമാണ് ഷമീർ അവതരിപ്പിച്ച സംഭവത്തിൽ. അപ്പോൾ നമുക്ക് പാർഷ്യാലിറ്റി, നമ്മുടെ മതക്കാരൻ, നമ്മുടെ സമുദായം, അല്ലെങ്കിൽ എൻ്റെ ദേശക്കാരൻ, എൻ്റെ കുടുംബക്കാരൻ എന്ന ഒരു ചിന്ത ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ നീതിയെ അതെന്ത് മറികടക്കും. ഈ പക്ഷപാതിത്വം, അനീതി ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും. അപ്പം അങ്ങനെയല്ല, മനുഷ്യരെല്ലാം തുല്യരാണ്. ഒരു നിയമത്തിൻ്റെ മുമ്പിൽ ആളുകൾക്കിടയിൽ സമ്പത്ത് കൊണ്ടോ അധികാരം കൊണ്ടോ പദവികൾ കൊണ്ടോ വംശം കൊണ്ടോ വർഗം കൊണ്ടോ ദേശം കൊണ്ടോ ഒരു മഹത്വമില്ല എന്ന് വളരെ കൃത്യമായി മനുഷ്യരെ പഠിപ്പിച്ച പ്രവാചകം കൂടിയാണ്. മനുഷ്യത്വം അല്ലെങ്കിൽ മാനവികത എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു നീതിയും കൂടി ആഡ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഉള്ളത്, ഇപ്പം ഈ മനുഷ്യർക്കിടയിലുള്ള വളരെ സ്വാഭാവികമായ ബൈനറികളെ സംബന്ധിച്ച് പ്രവാചകൻ പറയുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ ഖുതുബത്തുൽ വിദാ, വിടവാങ്ങൽ പ്രഭാഷണത്തിൽ പോലും പറയുമ്പോൾ അറബി അജമി,
അറബി അജമി എന്ന് അറബികളോട് പറയുന്നതായതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വദേശി വിദേശി, സ്വദേശി ആയിരിക്കാം പരദേശി ആയിരിക്കാം, ഈ ദേശം, ഐഡൻറ്റിറ്റി, പൗരത്വ, സിറ്റിസൺഷിപ്പ് പോലുള്ള സംഗതികളൊക്കെ വലിയ രാഷ്ട്രീയമായ അടിച്ചമർത്തലുകൾക്ക് ടൂളുകളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ തന്നെ പിന്നെ എന്താണ്, ഒരാൾ പൗരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം പോലും ഒരു സർക്കാർ അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. അതൊരു നമ്മളിപ്പോൾ ആധുനിക കാലത്ത് കാത്തു സൂക്ഷിക്കുന്ന മാനവികത, ജനാധിപത്യം, മതേതരത്വം തുടങ്ങിയ മൂല്യങ്ങൾക്ക് പോലും വിരുദ്ധമാണത്. അത് ഏറ്റെടുക്കുന്നു എന്ന് മാത്രമല്ല, പിന്നീട് ഒരാൾ ആരോപിക്കപ്പെടുകയും ആ ആരോപണം ഞാൻ വിദേശി അല്ലെന്ന് തെളിയിക്കാനുള്ളൊരു ബാധ്യത എൻ്റേതായി മാറുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇവിടെ പ്രവാചകൻ ചേർത്ത് വെക്കുന്ന ബൈനറികൾ അറബി അജമി എന്ന് പറയുമ്പോൾ സ്വദേശി വിദേശി, കറുത്തവൻ വെളുത്തവൻ എന്ന് പറഞ്ഞിട്ട്, അതുപോലെ സ്ത്രീ പുരുഷൻ, പിന്നെ നമ്മൾ സാധാരണ പറയേണ്ട തടവുകാരൻ സ്വതന്ത്രൻ എന്നാണ് നമ്മളവിടെ. പക്ഷേ ഈ അടിമ ഉപയോഗിക്കുന്നത് തെറ്റായൊരു പദപ്രയോഗമാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. കാരണം അടിമ എന്നുള്ള അർത്ഥത്തിലല്ല ഖുർആൻ മാമലക്കത്ത് യമീൻ എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട് അറബി ഭാഷയിൽ അടിമ എന്നുള്ളതിന് പദമുണ്ടായിരിക്കുക, എന്തുകൊണ്ട് മാമലക്കത്ത് യമീൻ? തടവുകാരാണ്. ആ തടവുകാരെ ഈ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ പ്രവാചകൻ പറയുന്നത് അവരെ അടിമ എന്ന് വിളിക്കരുതെന്നാണ്. അതായത് ആ നിലവിലുള്ള അറബികളുടെ ആ ഒരു കോൺസെപ്റ്റിനെ തകർക്കുകയാണ്. അടിമ എന്ന് അവരെ വിളിക്കരുത്, കാരണം അവർ അള്ളാഹുവിൻ്റെ മാത്രം അടിമകളാണ്. എന്നിട്ട് പറയുന്നത് നിങ്ങൾ ഉടുക്കുന്നത് അവരെയും ഉടുപ്പിക്കണം, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അതേ സുപ്രയിൽ തന്നെ അവർക്കും വിളമ്പണം എന്ന് പറയുമ്പോൾ അവിടെ അവർ തമ്മിലുള്ള തടവുകാരനാവുന്നത് സ്വാഭാവികമായിട്ടും അവിടെ അന്നത്തെ യുദ്ധത്തിൻ്റെയും മറ്റൊക്കെ പശ്ചാത്തലത്തിൽ, ഇനി അല്ലെങ്കിൽ കുറ്റവാളികളും ആവാം, പക്ഷെ അവരെ പോലും ഒരേ വിധാനത്തിൽ പരിഗണിക്കണമെന്ന് പറയുന്നിടത്തുള്ള ഒരു മനുഷ്യാവകാശത്തോടുള്ള ഒരു പ്രതിബദ്ധത ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ആ അർത്ഥത്തിൽ ബൈനറികൾ തമ്മിലുള്ള ബാരിക്കേഡുകളെ തകർത്തിട്ട് വംശങ്ങളായിട്ടും സംസ്കാരങ്ങളായിട്ടും അതിൻ്റെ ഡൈവേഴ്സിറ്റിയിൽ തന്നെ നിലനിർത്തുക എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ അവരെ ഒരു പൊതുവായിട്ടുള്ളൊരു മനുഷ്യവംശം എന്ന് പറയുന്നിടത്ത്, അങ്ങനെ യോജിപ്പിക്കുന്നിടത്ത് ഈ അതിരുകൾ ഭേദിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെയാണ് പ്രവാചകൻ അത് പഠിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ നീതിയെക്കുറിച്ചുള്ള ഒരു സാർവലൗകിക സങ്കല്പം. അത് സാർവലൗകികവും സാർവത്രികവുമായ യൂണിവേഴ്സലായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഇപ്പോൾ ഞാൻ കുറേ വെസ്റ്റേൺ എഴുത്തുകാർ പ്രവാചകനെ സംബന്ധിച്ച് പറഞ്ഞതിനെക്കുറിച്ചൊക്കെ ഞാൻ കുറേ വായിച്ചു. അങ്ങനെ ഒരു പുസ്തകം എഴുതി. പടിഞ്ഞാറ് സാഹിത്യത്തിലുള്ള ഇസ്ലാമിക സാന്നിധ്യത്തെ സംബന്ധിച്ച്, സ്വാധീനം എന്നല്ല ഞാൻ ഉപയോഗിക്കുന്ന വാക്ക്, സാന്നിധ്യം എന്നാണ്. അതിൻ്റെ ഒരു പ്രസൻസ്. ഇപ്പോൾ ഞാനിപ്പോൾ ടാഗോറിൻ്റെ ഏറ്റവും വലിയ നോവലാണ് ഗോറ ശരിക്കും ബ്രഹ്മോയിസത്തെ സ്ഥാപിക്കുന്നൊരു നോവലാണ്. അതായത് രാജാ റാം റോയിയുടെ ബ്രഹ്മോയിസമാണല്ലോ ഇന്ത്യയിലെ സംഘടിതമായ ആദ്യത്തെ നവോത്ഥാന മൂവ്മെൻറ്റ്. രാജാ റാം റോയ് എഴുതിയിട്ടുള്ള ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര് തുഹഫത്തുൽ മുവഹിദീൻ എന്നാണ്. അത് അദ്ദേഹം എഴുതിയത് പാർസി, അറബി ഭാഷകളിലാണ് അദ്ദേഹം തന്നെ. അപ്പം തുഹഫത്തുൽ മുവഹിദീൻ എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ആ ഒരു നവോത്ഥാനത്തിൽ പോലും, ആ നൈതികമായിട്ടുള്ള ആ ഒരു നവോത്ഥാനത്തിൽ പോലുമുള്ള പ്രവാചകൻ്റെ പങ്കാളിത്തം വളരെ ക്ലിയറാണ്. ആ ഒരു ദർശനത്തിൻ്റെ സ്വാധീനം. ഈ ബ്രഹ്മോയിസത്തിലേക്ക് സഞ്ചരിക്കുന്ന ആദ്യം ഒരു സവർണ ഹിന്ദുത്വവാദിയായിരുന്ന ബ്രഹ്മോയിസത്തിലേക്ക് സഞ്ചരിക്കുന്നതാണ് അതിൻ്റെ ഒരു പ്രമേയം. അതിനിടയിൽ ഒരു മുസൽമാനെ കണ്ടുമുട്ടുന്നുണ്ട്. ആ മുസൽമാൻ അനീതിക്കിരയായിട്ടുള്ള മുസൽമാനാണ്, പക്ഷേ അയാൾ നിശബ്ദനാണ്. അദ്ദേഹത്തോട് പറയുന്നത് നിശബ്ദനായിരിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല, കാരണം നിശബ്ദര് തിന്മകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പഠിപ്പിച്ചത് നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദാണ്. വെറുതെ ഇരിക്കാൻ പാസീവായിട്ടുള്ളൊരു മതത്തെ അദ്ദേഹം അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, നിസ്സംഗരായി നിൽക്കുന്ന ആളുകളെ അദ്ദേഹം പ്രബോധനത്തിന് വേണ്ടി എവിടെയും പറഞ്ഞയച്ചിട്ടുമില്ല. ഇത് ഗോറയിലൂടെ ടാഗോർ സംസാരിക്കുന്നതാണ്. ഇത് ബ്രഹ്മോയിസത്തിലേക്കുള്ള സഞ്ചാരമാണെങ്കിൽ ശരിക്കും ഇസ്ലാമിലേക്കുള്ളൊരു സഞ്ചാരം തന്നെ ടാഗോറിൻ്റെ സ്റ്റോറി ഓഫ് എ മുസ്ലിം വുമൺ. ആക്ച്വലി അതിൻ്റെ ബംഗാളി നാമം മുസൽമാനിർ ഗോൽപ്പോ എന്നാണ്. ഒരു ബംഗാളിയോട് ഞാൻ ചോദിച്ചപ്പോൾ മുസൽമാനിർ എന്ന് പറഞ്ഞാൽ മുസ്ലിംനെസ് എന്നാണ് അർത്ഥം. ശരിക്കും മുസ്ലിം വുമൺ എന്നല്ല, പക്ഷെ ഒരു പെണ്ണാണല്ലോ. അപ്പം പെണ്ണിനെ ഒരു മുസ്ലിംനെസ്സിൻ്റെ അടയാളമാക്കി മാറ്റുക എന്നുള്ളതും ഖുർആനികമാണ്. കാരണം ഖുർആൻ വിശ്വാസികൾക്കുള്ള മാതൃകയായിട്ട് 2 സ്ത്രീകളെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർക്കുമല്ലോ. അപ്പോൾ അതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു നൈതികത, അത് സ്ഥാപിക്കുവാനുള്ള ഒരു വീര്യം, ആർജവം, ഇതിനെയാണ് അവരൊക്കെ കണ്ടിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ വീര്യം എത്രത്തോളം നഷ്ടപ്പെടുന്നുവോ അത്രത്തോളം പ്രവാചകൻ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നുള്ളതൊരു സ്വാഭാവികതയാണ്. പറഞ്ഞ വിഷയത്തിൽ നീതി എന്ന് പറയുന്ന കൺസെപ്റ്റ്, നീതി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നത് ഒരു വലിയൊരു ക്വസ്റ്റ്യനാണ്, ചോദ്യമാണ്. മനുഷ്യരെ ഒന്നായി കാണാൻ പറ്റാത്ത
ഒരു ദർശനത്തിന് നീതിയെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. ഇന്ന് തന്നെ ലോകത്ത് നീതിയെക്കുറിച്ച് സംസാരിക്കുന്നവർ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പൗരത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെന്താക്കുന്നുണ്ട്, വേർതിരിക്കുന്നുണ്ട്. അപ്പോൾ വിദേശികൾക്കൊരു നിയമം, സ്വദേശികൾക്കൊരു നിയമം എന്നൊരവസ്ഥ ലോകത്ത് ഇന്ന് പൊതുവെ പല രാജ്യങ്ങളും നിലനിൽക്കപ്പെടുന്നുണ്ട്. ഗോണ്ടനാമയിൽ അമേരിക്ക തടവറ ഉണ്ടാക്കാനുള്ള കാരണമായിട്ട് പറയപ്പെടുന്നത് അമേരിക്കയിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് അമേരിക്കൻ ഭരണഘടനാ തത്വങ്ങൾ ബാധകമായ പ്രദേശമാണ് അമേരിക്ക. അവിടെ ഭരണഘടനാ തത്വങ്ങൾ അനുസരിച്ചുകൊണ്ട് ആളുകളെ ഈ ഗോണ്ടനാമയിൽ അവർ ശിക്ഷിച്ചതുപോലെ ഭീകരമായി ശിക്ഷിക്കാനോ ക്രൂരമായി കൈകാര്യം ടോർച്ചർ ചെയ്യാനോ പാടില്ല. അതുകൊണ്ട് അമേരിക്ക എന്ന് പറയുന്ന ആ ഒരു ഭൂപ്രദേശത്തിന് പുറത്ത് ഒരു തടവറ ഉണ്ടാക്കിയിട്ട് അവിടെ ഈ നിയമമൊന്നും ബാധകമല്ല എന്നാണ്. പണ്ട് കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടനിൽ ബാധകമായ നിയമങ്ങളൊന്നും ഇവിടെ ബാധകമായിരുന്നു. അതുകൊണ്ട് ഇവിടെ റൗലറ്റ് ആക്ട് വന്നത്, ഇവിടെ അങ്ങനെയുള്ള പല ആക്റ്റുകളും വന്നത്. പണ്ട് മുതൽ തന്നെ നീതിയെക്കുറിച്ച് സംസാരിച്ച ഈ പടിഞ്ഞാറൻ ദർശനങ്ങളിലൊക്കെ ഈ ഒരു വിഭജനം കാണാൻ പറ്റും. റസൂൽ അങ്ങനെയല്ല സംസാരിക്കുക. നീതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അടിസ്ഥാനപരമായി ഖുർആൻ തന്നെ പറയുന്നത് വലക്കത് കറംന ബനി ആദം, മുഴുവൻ മനുഷ്യരെയും നമ്മൾ ആദരിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു ബേസ്. ഇമാൻ കാൻറ്റു പറയുന്നുണ്ട്, നീതി എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ മുഴുവനും തന്നെ ആദരിക്കുക എന്നുള്ളത് ഒരു വലിയൊരു അടിസ്ഥാനം പറയുന്നുണ്ട്. കാൻറ്റു പറയുന്നതിൻ്റെ എത്രയോ മുമ്പാണ് ഈ ഒരു ബേസ്. മനുഷ്യരെല്ലാവരും മനുഷ്യരാണ് എന്നാണ് അതിൻ്റെ അടിസ്ഥാനം. അതിൽ ദേശം നോക്കാൻ പാടില്ല, വർഗം നോക്കാൻ പാടില്ല, ഭാഷ നോക്കാൻ പാടില്ല, മതം നോക്കാൻ പാടില്ല, ഒന്നും നോക്കാൻ പാടില്ല. ഖുർആന് ദൈവം ആദരിച്ചിരിക്കുന്നു മനുഷ്യനെ നമ്മൾ, മനുഷ്യൻ ആദരിച്ചിരിക്കുന്നു, ദൈവം ആദരിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങനെ ദൈവത്തിന് എല്ലാവരെയും അങ്ങനെ ആദരിക്കപ്പെട്ട ഒരു സെറ്റ് ഡിഗ്നിറ്റി, ഹ്യൂമൻ ഡിഗ്നിറ്റിയെക്കുറിച്ചാണ് കാന്റ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഹ്യൂമൻ ഡിഗ്നിറ്റി ഇത് ദൈവം തന്നെ എല്ലാവർക്കും നൽകിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നു. രണ്ട് ഈക്വാലിറ്റി, ഈക്വൽ, എല്ലാവരും ഈക്വലാണ്, സമന്മാരാണ്. നിയമത്തിൻ്റെ മുമ്പിൽ മാത്രം സമന്മാരെന്ന്, എല്ലാ അർത്ഥത്തിലും മനുഷ്യന്മാർ സമന്മാരെന്ന അർത്ഥത്തിലാണ്. മനുഷ്യൻ ചീർപ്പിൻ്റെ പല്ലുകൾ പോലെ സമന്മാരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ ഈ സമത്വ സങ്കല്പം, അപ്പോൾ സമത്വമുണ്ട്, ഡിഗ്നിറ്റി ഉണ്ട്. പിന്നെ മനുഷ്യൻ്റെ റൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും പിന്നെ ജോൺ ലോക്ക് അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ അദ്ദേഹം ജസ്റ്റിസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കുമാർക്കും അവർക്ക് ലിബർട്ടിയും അതുപോലെ തന്നെ ജീവിക്കാനും സമ്പത്ത് കൈവശപ്പെടുത്താനുള്ള അർഹത ഉണ്ടാകുമ്പോഴാണ് നീതി ഉണ്ടാകുമെന്നാണ് ലോക്ക് പറയുന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ്റെ ദമുഹു ഹറാമും വൈർലുഹു ഹറാമും മാലുഹു ഹറാമും. മനുഷ്യൻ്റെ ജീവൻ പവിത്രമാണ്, ധനം പവിത്രമാണ്, അഭിമാനം പവിത്രമാണ്. ഇത് എല്ലാവർക്കും തുല്യമായിട്ട് ഉണ്ട്. അത് പ്രപഞ്ചനാഥം എല്ലാ മനുഷ്യർക്കും കൊടുത്തതാണ്. അതായത് മനുഷ്യന് ജന്മനാ തന്നെ ഉള്ള ഒന്നാണ്. ഒരാൾ പുറത്തു നിന്നുള്ളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് മനുഷ്യന് നേടിക്കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ ഔദാര്യം പോലെ കൊടുത്തതോ അല്ല. അങ്ങനെയല്ല, അതെല്ലാം മനുഷ്യൻ്റെ അടിസ്ഥാനമായിട്ട് അത് മനുഷ്യനുണ്ട്. അപ്പോൾ ഈ റൈറ്റ് മനുഷ്യനുണ്ട്. സാധാരണ രീതിയിൽ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യമില്ലെങ്കിൽ മനുഷ്യന് സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കാനും സ്വന്തം ജീവിത നിലപാടുകൾ രൂപപ്പെടുത്താനും സ്വന്തം ഇഷ്ടം അനുസരിച്ചുകൊണ്ട് ജീവിക്കാനും സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ അവിടെ എന്താവുകയില്ല, നീതി പുലരുകയില്ല. കാരണം നമ്മൾ നീതിയെക്കുറിച്ച് ഇങ്ങനെ അബ്സ്ട്രാക്റ്റായിട്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, പ്രയോഗതലത്തിൽ മനുഷ്യനിത് കിട്ടണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ളൊരു നീതിയെക്കുറിച്ചാണ് റസൂൽ എന്ത് ചെയ്യുന്നത്, വളരെ കൃത്യമായി സംസാരിക്കുക മാത്രമല്ല അങ്ങനെയുള്ളൊരു ലോകം യാഥാർത്ഥ്യമാക്കി എന്നതാണ്, പ്രയോഗവൽക്കരിച്ചു എന്നതാണ് റസൂലിൻ്റെ പ്രത്യേകത. അദ്ദേഹം പോലും തനിക്ക് മറ്റുള്ളവരിൽ നിന്ന് സവിശേഷമായ ഒരു പ്രിവിലേജ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ബോധപൂർവം ശ്രമിച്ച ഒരാളാണ്, കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമുക്കെന്ത് വേണോ, സവിശേഷമായ ഒരു സ്ഥാനം വേണമെന്നാണ്. റസൂല് സദസ്സിൽ വരുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിൽക്കും. എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല, അത് ഇന്നും നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ്, നല്ലൊരു കാര്യമാണ്. പക്ഷെ റസൂലിന് തോന്നി ഈ റസൂലിനോടുള്ള എഴുന്നേറ്റ് നിൽക്കൽ റസൂലിനോട് അതിര് കവിയുന്ന ഒരു ബന്ധത്തിന് കാരണമാവുകയും അങ്ങനെ റസൂൽ എന്ത് ചെയ്താലും ആളുകൾ മിണ്ടാതിരിക്കുകയും ചെയ്ത അവസ്ഥയിൽ വരും. അങ്ങനെയാണ് ബഹുമാനം, അങ്ങനെ വരും. അങ്ങനെ ആവണ്ട എന്ന സ്വഭാവത്തിൽ റസൂൽ അവരെ തടയുന്നുണ്ട്. ആളുകൾക്ക് അവിടെ സ്വതന്ത്രമായിട്ട് ഇടപെടാനുള്ള അവസരം റസൂൽ ഒരുക്കുന്നുണ്ട്. ഒരിക്കൽ പോലും റസൂല് മതത്തിൻ്റെയോ ജാതിയുടെയോ ഭാഷയുടെയോ വർണ്ണത്തിൻ്റെ പേരിൽ ഒരു വിവേചനവും ഒരിക്കലും റസൂല് കാണിച്ചിട്ടില്ല. എല്ലാവരും നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച സംഭവമുണ്ട്, അതുപോലത്തെ ഒരുപാട് സംഭവം പറയാൻ പറ്റും. റസൂൽ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്,
മുൻകഴിഞ്ഞ സമുദായങ്ങൾ നശിപ്പിക്കപ്പെടാനുള്ള കാരണം അവരിലെ സാധാരണക്കാർ തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കുകയും ധനികർ തെറ്റ് ചെയ്താൽ മൗനം പാലിക്കുകയും ചെയ്യും. ഇതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്യരുതെന്ന് റസൂൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ അർത്ഥത്തിലാണ് നീതിയെക്കുറിച്ചുള്ള ഒരുപാട് അധ്യാപനം റസൂലിൻ്റെ ജീവിതത്തിൽ കാണാൻ പറ്റും. പിന്നെ അതൊക്കെ നമ്മൾ ആലോചിച്ചാൽ ഒരു അത്ഭുതകരമായ വർത്തമാനങ്ങളാണ് അതൊക്കെ. ഈ സാർവത്രിക നീതിയെ സംബന്ധിച്ച് പറയുമ്പോഴും ഈ പലരുടെയും ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു ബോധം വേറൊന്നുണ്ട്. അത് യൂസഫായി പറയുമ്പോൾ പെട്ടെന്നൊരു ഓർമ്മ വന്നൊരു സംഗതി. ഇപ്പോൾ കാൻറ്റ് ഹ്യൂമൻ ഡിഗ്നിറ്റിയെ സംബന്ധിച്ചും ഹ്യൂമനിസത്തെക്കുറിച്ചും വളരെ എന്താണ് ഒരു 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 പ്രോജ്വലമായ ആർഗ്യുമെൻസും ലോജിക്കും ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു ദാർശനികനാണ്. പക്ഷേ കാൻറ്റിനെ വായിക്കുമ്പോൾ മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു വൈറ്റ് മാൻ, ഒരു വെളുത്ത പുരുഷൻ എന്ന് പറയുന്ന ഒരു രൂപം മാത്രമാണ്. ഈ ജസ്റ്റിൻ ഗാർഡറുടെ ഫിലോസഫിയെ ബേസ് ചെയ്തിട്ടുള്ളൊരു നോവലുണ്ട്. അതിൽ സോഫി എന്ന കഥാപാത്രം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് പാശ്ചാത്യ തത്വചിന്തയിൽ തത്വചിന്തക്ക് മുലപ്പാലിൻ്റെയും മൂത്രത്തുണിയുടെയും മണമില്ലാത്തതെന്നാണ്. മുലപ്പാലിൻ്റെയും മൂത്രത്തുണിയുടെയും മണം എന്ന് പറയുമ്പോൾ ആ ഒരു സൈഡ് അതൊരു പെൺകുട്ടി എന്നുള്ള ആൾക്കുള്ള സംശയമാണ്. സ്വാഭാവികമായും ഒരു കറുത്തയാൾക്ക് ഇപ്പോൾ ഒരു വിഭജനം തന്നെ ഉണ്ടല്ലോ. സംസ്കാരം ഉള്ളവർ, സംസ്കാരത്തിൻ്റെ അടുത്തൂടെ പോയവർ, സംസ്കരിച്ചെടുക്കാവുന്നവർ, സംസ്കാരമില്ലാത്തവർ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാറ്റഗറിയിൽ വൈറ്റ്സ് ആണ്, രണ്ടാമത്തേൽ റെഡ് സ്കിൻഡ്, മൂന്നാമത്തേൽ യെല്ലോ സ്കിൻഡ്, സംസ്കാരം ഇല്ലാത്തവർ എന്ന് പറയുമ്പോൾ ബ്ലാക്സ്. ഈ ഒരു ചിത്രം അറിഞ്ഞും അറിയാതെയും ഒക്കെ മുന്നോട്ട് വരുന്നുണ്ട്. ഇതുപോലെ അബോധത്തിൽ ഒരു ഇമേജ് മനസ്സിലുണ്ടാക്കിയിട്ട് മാനവികതയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. ഈ രീതിയെ തകർക്കുക എന്നുള്ളതാണ്. അത് ഒരു സാമുദായികമായൊരു ഘടനക്കകത്ത് മുസ്ലിം സമൂഹത്തിന് തന്നെ അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പ്രവാചകൻ അങ്ങനെയല്ല. ഇപ്പോൾ പ്രവാചകൻ ഖുറൈശി എന്ന് പറയുന്ന ഒരു അരിസ്റ്റോക്രസി നിലനിൽക്കുന്ന ഒരു മക്കൻ സൊസൈറ്റി, ആ സൊസൈറ്റിയുടെ മുഖ്യധാരയിലേക്ക് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ, അദ്ദേഹം ദരിദ്രനാണ്, ബിലാലിനെയും അമ്മാറിനെയും അവർ അടിച്ചമർത്തപ്പെട്ടവരാണ്, അടിമകളാണ്. അതുപോലെ ഈ സൽമാനുൽ ഫാരിസി, സുഹൈബ് റൂമി എന്ന് പറയുന്നത് പരദേശികളാണ്. ഇവരൊക്കെ ഒരേ വിധാനത്തിൽ ഇരുത്തിയിട്ട് ഒരു മക്കൻ നാഷണലിസം ആദ്യം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. നാഷണലിസം എന്ന് പറയുന്നതിന് മൗലികമായിട്ട് എതിർക്കുമ്പോഴും ആ ഒരു സംഭവം ഉണ്ടാക്കാൻ ശ്രമിച്ചു. പിന്നീട് മദീനയിൽ ചെന്നപ്പോൾ കൊല്ലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഔസ് ഖസ്റജ്, ഐ തിങ്ക് നൂറ്റാണ്ടുകളായിട്ട് തന്നെ പറയാവുന്ന സ്വഭാവത്തിൽ നിലനിൽക്കുന്ന ഔസ് ഖസ്റജ് രക്തപ്പക അവസാനിപ്പിച്ചു. എന്നിട്ട് മദീന പാക്ട് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെയുള്ള ജൂതർ ഉൾപ്പെടെയുള്ള എല്ലാ സമൂഹങ്ങളെയും അതിലേക്ക് അങ്ങോട്ട് ചേർത്തു. ഇങ്ങനെ ചേർത്തിട്ട് ഒരു അറബ് നാഷണലിസത്തെ കൺസീവ് ചെയ്തു. അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടാക്കി. ആ അറബ് നാഷണലിസത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് പിന്നീട് ഖുതുബത്തുൽ വിദായിൽ നമ്മൾ കാണുന്നത്. അന്നാസു സവാസിയത്ത് എന്നൊക്കെ യൂസുഫ് സാഹിബ് പറയുന്ന ഒരു വർത്താനം ഉണ്ടല്ലോ, അതൊക്കെ അതിൽ വരുന്നതാണ്. മനുഷ്യരെല്ലാവരും ചീർപ്പിൻ്റെ പല്ലുകൾ പോലെ സമന്മാരാണെന്നുള്ളൊരു പ്രഖ്യാപനം വിശ്വാസികളെ അഭിമുഖീകരിച്ചുകൊണ്ട് അയ്യുഹന്നാസ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരു വിളംബരമുണ്ടല്ലോ, അതിനങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുപോവാണ്. ഇങ്ങനൊരു ക്രമപ്രവൃത്തമായിട്ട് വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു മാനവികതയെ സ്ഥാപിക്കാൻ പ്രവാചകൻ ശ്രമിക്കുന്നിടത്ത് നമ്മുടെ ഉള്ളിൽ അബോധത്തിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ ഇപ്പോഴുള്ള പല ഈ സെനഫോബിയയുടെ, ഇസ്ലാമോഫോബിയയുടെ ഒക്കെ പല വശങ്ങളും നമ്മുടെ വിശാലരായിട്ടുള്ള പല ആളുകളിൽ നിന്നും അറിയാതെ ഇങ്ങോട്ട് പുറത്തു ചാടി പോകുന്നത് അവരുടെ കുറ്റമല്ല, അതൊരു തരം കണ്ടീഷനിങ് ആണ്. ഈ കണ്ടീഷനിങ്ങിനെ പോലും തകർക്കുന്ന, ഞാനതുകൊണ്ടാണ് കാൻറ്റിനെ സംബന്ധിച്ച് പറഞ്ഞത്. കാൻറ്റ് കുറ്റവാളിയല്ല. അങ്ങനെ ഒരു ബോധം നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫിലോസഫി വായിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നതിന് അദ്ദേഹം കുറ്റക്കാരനല്ല. അപ്പോൾ ആ ഒരു കണ്ടീഷനിങ് എന്ന് പറയുന്നൊരു സംഗതി അതിൻ്റെ വേരിൽ തന്നെ നശിപ്പിച്ച് കളയുക എന്നുള്ളതായിരുന്നു പ്രവാചകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. അതാണ് അവസാനത്തെ ആ ഒരു വിളംബരത്തിലും കൂടി കാണാൻ സാധിക്കുന്നത്. അത് ഖുറാനിലൊരു അധ്യാപനം കൂടി നമ്മളിനോട് ചേർത്ത് വായിക്കണം. ഈ നീതി അല്ലെങ്കിൽ സമത്വം, സാഹോദര്യം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമായിട്ട് ആളുകൾ മനസ്സിലാക്കുന്നത്. അതൊരു മതമുദ്രാവാക്യമല്ല. മതങ്ങൾ ഇതൊന്നും സംസാരിക്കരുതെന്നാണ് പല ആളുകളും ഇന്ന് ധരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മതാതീതമായ ഒരു മൂവ്മെൻറ്റിന് മാത്രമേ ഇതൊക്കെ മുന്നോട്ട് വെക്കാൻ പറ്റുന്നതാണ്. ഖുർആൻ പറയുന്നത് യദ്ദിലു ഹുവ അഖ്റബു ലിത്തഖ്വ, നിങ്ങൾ നീതിപൂർവ്വം ജീവിക്കുക, നീതി നിങ്ങളെന്ത് ചെയ്യുക, സ്വായത്തമാക്കുക, അല്ലെങ്കിൽ നീതി പ്രവർത്തിക്കുക എന്നൊക്കെ അതിനർത്ഥം പറയാം. അത് തഖ്വയോട്, ദൈവഭക്തിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ ദൈവഭക്തിയെയും നീതിയെയും ഇങ്ങനെ ഖുർആൻ ബന്ധിപ്പിക്കുന്നത്. ഇതാണ് ഇസ്ലാമെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ആളുകൾക്ക്
ഇസ്ലാം ഇപ്പം കുറേ ആൾ വിചാരിക്കുന്നത് അതൊരു മതമാണ്. ഇതൊരു സാമൂഹിക പരതയുള്ള രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ഒരു ജീവിത ദർശനമാണ്. അതുകൊണ്ടാണ് നീതിയെയും തഖ്വയും, അപ്പോൾ ദൈവഭക്തി നീതി ഇത് രണ്ടും അടുത്ത് നിൽക്കുന്നതാണെന്ന് പറയുന്നു. റസൂലുള്ളാഹി ആ അർത്ഥത്തിലാണ് ഈ ലോകത്തോട് എൻഗേജ് ചെയ്തതും പ്രവർത്തിച്ചതും അത് സ്ഥാപിച്ചതും. ഇതിനെ ഇങ്ങനെ തന്നെ മനസ്സിലാക്കുമ്പോഴേ നമുക്ക് ഇസ്ലാമിനെ പോലും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കണ്ടീഷനിങ്ങിനെ തകർക്കാന്ന് പറഞ്ഞെടുത്ത് ഞാൻ ഒന്നുകൂടി പറയട്ടെ. കണ്ടീഷനിങ്ങിനെ തകർക്കാന്ന് പറഞ്ഞെടുത്ത് എനിക്ക് ഓർമ്മ വരുന്നൊരു സംഗതി, ഈ ഉമർ എന്ന് പറഞ്ഞിട്ടൊരു ടെലിസീരിയൽ ഉണ്ടായിരുന്നു ഈ പിന്നെ ഖത്തർ ടിവിയുടെ. അപ്പോൾ അതിൽ ഒരു രംഗമുണ്ട്, അതിൻ്റെ റെഫറൻസ് എനിക്കറിയില്ല, ചരിത്രപരമായ ഒരു റെഫറൻസ് എനിക്കറിയില്ല. പക്ഷേ അതിൽ ഉപദേശക സമിതിയിൽ പിന്നെ ഒരുപാട് മഹാപണ്ഡിതന്മാരുള്ളത്, അതുകൊണ്ട് ചിലപ്പോൾ അത് ചരിത്രപരമായിട്ട് തന്നെ യാഥാർത്ഥ്യമായിരിക്കും. അങ്ങനെ അല്ലെങ്കിലും അത് കുഴപ്പമൊന്നുമില്ല. വഹിഷിയും ബിലാലും തമ്മിൽ നടക്കുന്ന സംഭാഷണമാണ്. വഹിഷിക്ക് പ്രവാചകനോടോ പ്രബോധനങ്ങളോടൊന്നും അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, പിന്നീട് താല്പര്യപ്പെടുന്നുണ്ട്. രണ്ടുപേരും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ആളാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ബിലാൽ പ്രവാചകൻ്റെ വഴി സ്വീകരിച്ചു, വഹിഷി അതിന് സ്വീകരിക്കാൻ തയ്യാറായില്ല. ഒരു വേറൊരു മാർഗം സ്വീകരിച്ചിട്ട് അങ്ങനെയാണ് ഹംസയെ കൊല്ലുന്നതും സ്വാതന്ത്ര്യം. പക്ഷേ വഹിഷിക്ക് യഥാർത്ഥത്തിൽ സ്വതന്ത്രനായിട്ട് സൊസൈറ്റിയിൽ ജീവിക്കാൻ സാധിച്ചില്ല. അങ്ങനെയാണ് അവസാനം വഹിഷി പ്രവാചകൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ പിന്നെ വഹിഷി ആദ്യം ബിലാലിനോട് തർക്കിച്ച് പറയുന്നത് ഇതൊക്കെ നമ്മളെ മേലാളന്മാരായ കുറേശികൾ തമ്മിലുള്ള അധികാരത്തർക്കാണ്, അതിൽ നമ്മൾ ഇടപെടേണ്ടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അക്കാലത്തൊരു പ്രാകൃത സ്വത്വവാദമാണ് അദ്ദേഹം അതിൽ ഉന്നയിച്ചത്. ഈ വരേണ്യരും പിന്നെ സവർണരും ഒക്കെ ചർച്ച ചെയ്യുന്നിടത്ത് നമുക്കെന്ത് കാര്യം, നമ്മുടെ സ്വാതന്ത്ര്യം എങ്ങനെയും നേടുകയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും സ്വതന്ത്രനാവാൻ സാധിച്ചില്ല ആ സൊസൈറ്റിയിൽ. പ്രവാചകൻ്റെ ഇസ്ലാം സ്ഥാപിതമാകുന്നത് വരെ അദ്ദേഹം സ്വതന്ത്രനായിട്ടില്ല. അതേസമയം ബിലാലിനെ പിന്നെ നമ്മൾ കാണുന്നത് എവിടെയാണ്? പൂഴിമണ്ണിൽ കുറേശികളുടെ ചവിട്ടേറ്റ് കിടന്നിരുന്ന ബിലാൽ കഅബയുടെ മുകളിൽ കയറി പിന്നെ അള്ളാഹുവിൻ്റെ നാമം വിളംബരം ചെയ്ത ചരിത്രത്തിലെ ഒരേ ഒരു വ്യക്തിയാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അതിന് മേലെ കയറി ബാങ്ക് വിളിച്ചിട്ടുള്ള ചരിത്രത്തിലെ ഒരേ ഒരു വ്യക്തി. അദ്ദേഹത്തിന് കയറാൻ വേണ്ടി പ്രവാചകൻ കുനിഞ്ഞു കൊടുക്കുകയാണ്. ഇത് ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കണ്ടീഷനിങ്, നമ്മുടെ ഉള്ളിലുള്ള ചില പിന്നെ അബോധത്തിലുള്ള ചില പൊതുബോധങ്ങളുണ്ടല്ലോ, ഇതിനെപ്പോലും യഥാർത്ഥത്തിൽ തകർത്തുകൊണ്ടുള്ളൊരു നിലപാടാണ് അത്തരം വിഷയങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പം നീതിയെക്കുറിച്ചാണെങ്കിലും പ്രവാചകൻ്റെ മറ്റു പാഠങ്ങളെക്കുറിച്ചാണെങ്കിലും ഇങ്ങനെ ഒരു ആശയങ്ങൾ, വലിയ വലിയ ആശയങ്ങൾ പ്രവാചകൻ ഉയർത്തിപ്പിടിക്കാൻ നിമിത്തമായിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആധികാരികമായിട്ടുള്ള സ്രോതസ്സായി വർത്തിച്ചിട്ടുള്ളത് ഇസ്ലാമിൻ്റെ തന്നെ അല്ലെങ്കിൽ റസൂലിൻ്റെ തന്നെ മനുഷ്യനെക്കുറിച്ചുള്ള കൺസെപ്റ്റാണ്. ഇപ്പം നേരത്തെ യൂസുഫ് സാഹിബ് പറഞ്ഞതുപോലെ വലഖദ് കറംനാ ബനിയ ആദം, മനുഷ്യനെ നാം ആദരിച്ചിരിക്കുന്നു. തുടർന്ന് പറയുന്നുണ്ട് മറ്റ് സൃഷ്ടിജാലങ്ങളെക്കാൾ ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. ഇതൊരു അടിസ്ഥാന പാഠമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരിടത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ പിന്നെ വഖബാഇല ലിതആറഫു. മനുഷ്യരെ നാം ഒരു പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു, നിങ്ങളെ വ്യത്യസ്ത സമുദായങ്ങളും ഗോത്രങ്ങളുമാക്കി തിരിച്ചിരിക്കുന്നു. അതെന്തിനാ? പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് തുടർന്ന് പറയുന്ന ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവിൻ്റെ അരികിൽ ശ്രേഷ്ഠത ഉണ്ടായിരിക്കുക തഖ്വ പാലിക്കുന്നവനാണ്, ജീവിത വിശുദ്ധി കൈകൊള്ളുന്നവനാണ്. ഇതേ ആയത്തിൻ്റെ വിശദീകരണമായിട്ട് തന്നെയാണ് മനുഷ്യനെ സംബന്ധിച്ചുള്ള കൺസെപ്റ്റ് പ്രവാചകനും അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ ദൈവം ഒന്നാണ്, നിങ്ങളുടെ മാതാവ് ഒന്നാണ്, നിങ്ങളുടെ പിതാവ് ഒന്നാണ്. അറബിക്ക് അനറബിയേക്കാളോ ശ്രേഷ്ഠതയില്ല, വെളുത്തവന് കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ ശ്രേഷ്ഠതയില്ല. ഈയൊരു മനുഷ്യ കൺസെപ്റ്റ്, മാനവികമായ കൺസെപ്റ്റ് ഉയർത്തിപ്പിടിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇത്ര വലിയ അളവിൽ ഒരു നീതിമാനാകാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇനിയും നമ്മൾ പിന്നെ പ്രവാചകൻ്റെ ഇതുപോലെയുള്ള അധ്യാപനങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യുകയും വികസിപ്പിക്കുകയും പുതിയ കോണ്ടക്സ്റ്റിൽ നമ്മൾ പിന്നെ പ്രസരിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പല വിഷയങ്ങളുണ്ട്. ഇപ്പം ഇസ്ലാമിൻ്റെ തന്നെ ഓരോ സംഗതികൾ എടുത്തു നോക്കുകയാണെങ്കിലും അതിൽ ഫിലോസഫിക്കലായിട്ടുള്ള ത്രെഡ്സുകൾ കാണാൻ സാധിക്കും, മനുഷ്യന് ഉപകാരപ്പെടുന്ന ഭാഗങ്ങൾ കാണാൻ സാധിക്കും. നമസ്കാരത്തിൻ്റെ കാര്യത്തിലൊക്കെ പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരു ബോഡിയെയും മൈൻഡിനെയും മനസ്സിനെയും ശരീരത്തെയും ഒന്നിപ്പിച്ച് നിർത്തുന്ന ഒരു തലം നമസ്കാരത്തിൽ കാണാം. നോമ്പിലതുണ്ട്, പ്രവാചകൻ്റെ മറ്റു പാഠങ്ങളിലുണ്ട്. അപ്പം അതിനൊക്കെയുള്ള ഒരു നിമിത്തമായിട്ട് പ്രവാചകൻ്റെ ഈ അനുസ്മരണങ്ങളും പിന്നെ റബിയുൽ അവ്വൽ പോലെയുള്ള മാസങ്ങളും മറ്റു മാസങ്ങളും ആയിത്തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്.
നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു.